താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കാൻ പോലീസ് സുരക്ഷയൊരുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. അതിനിടെ സമരം തുടരാൻ ഫ്രഷ് കട്ട് വിരുദ്ധ സമിതി തീരുമാനിച്ചു. താമരശ്ശേരിയിൽ മഹാറാലി സംഘടിപ്പിക്കും. പോലീസ് നടപടികൾ തുടർന്നാൽ പോലീസിനെ തടയുമെന്നും സമരസമിതി അറിയിച്ചു. പ്ലാന്റിൽ മലിനീകരണ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഏക അറവ് മാലിന്യ പ്ലാന്റാണ് ഫ്രഷ് കട്ട് എന്നും ഇത് പ്രവർത്തിക്കേണ്ടത് ഒരു പരിധിവരെ പൊതു ആവശ്യമാണെന്നുമാണ് ഹൈക്കോടതി നിരീക്ഷണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാന്റിന് സുരക്ഷ ഒരുക്കാൻ റൂറൽ പോലീസ് മേധാവിക്ക് ഉത്തരവ് നൽകിയത്. ഫ്രഷ് കട്ട് സ്ഥാപന അധികൃതരുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഫ്രഷ് കട്ടിന്റെ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. അതേസമയം പ്ലാന്റിനെതിരായ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. ഈ മാസം 12-ന് താമരശ്ശേരിയിൽ മഹാറാലി സംഘടിപ്പിക്കാൻ സമരസമിതി തീരുമാനിച്ചു. വീടുകളിൽ കയറി ഭീകരത സൃഷ്ടിക്കുന്ന നടപടി തുടർന്നാൽ പോലീസിനെ തടയുമെന്നും ഇവർ വ്യക്തമാക്കി. അക്രമത്തിന്റെ രീതിയിലേക്ക് തിരിഞ്ഞുപോയത് ചൂണ്ടിക്കാട്ടി അതിന്റെ മറവിൽ ഭരണകൂടത്തിന്റെയും കോടതിയുടെയും അനുകൂല ഉത്തരവ് സമ്പാദിച്ച് ഇതേ നിലയിൽ ആ കമ്പനി അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കേണ്ടതില്ല എന്നാണ് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം. അതിനിടെ പ്ലാന്റിൽ മലിനീകരണ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ഹർജി നവംബർ 21-ന് വീണ്ടും പരിഗണിക്കും. മീഡിയ 1 കോഴിക്കോട്.